പ്രതീക്ഷ അവസാനിച്ചിട്ടില്ല എന്നാണോ മന്ത്രിയുടെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? അമൃത, എല്ലാ പ്രതീക്ഷയും അവസാനിച്ചു. പക്ഷേ ഈ പ്രതീക്ഷ അവസാനിച്ചു എന്ന് മന്ത്രി പറഞ്ഞു കഴിഞ്ഞാൽ മന്ത്രി ഇപ്പോൾ തന്നെ എയറിലാണ്. ആ എയറിൽ നിന്ന് കുറച്ചുകൂടി അധികം ദൂരത്തേക്ക് മന്ത്രിക്ക് പോകേണ്ടി വരും എന്നുള്ളത് കൊണ്ടാണ് നമുക്ക് ഒരാഴ്ച കൂടി കാത്തിരിക്കാം എന്നുള്ള പ്രതികരണം മന്ത്രി നടത്തിയത്. അതായത് ഏറെക്കുറെ മെസ്സിയും അർജന്റീനയും കേരളത്തിലേക്ക് വരില്ല എന്നുള്ള കാര്യം ഏറെക്കുറെ ഉറപ്പായിട്ടുണ്ട്. അപ്പോഴും മന്ത്രി പറയുന്നത് നമുക്ക് പ്രതീക്ഷ കൈവിടണ്ട, ഒരാഴ്ച കൂടി കാത്തിരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോഴത്തെ വിവാദത്തിൽ നിന്ന് തലയൂരാനുള്ള ഒരു ശ്രമം കായിക മന്ത്രി വി അബ്ദുറഹിമാൻ നടത്തുന്നുണ്ട്. എന്തായാലും ഈ സംഭവം വിവാദമായതിന് പിന്നാലെ സ്പോൺസറോട് വിശദീകരണം തേടാനുള്ള നീക്കത്തിലേക്ക് കായിക വകുപ്പ് കടന്നിട്ടുണ്ട്. അർജന്റീനയുടെയും മെസ്സിയുടെയും സ്പോൺസറാകാം എന്ന് പറഞ്ഞത് റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി പ്രൈവറ്റ് ലിമിറ്റഡ് ആണ്. അവരോട് ഈ സംഭവത്തിൽ എന്താണ് സംഭവിച്ചതെന്നുള്ള കാര്യങ്ങൾ വളരെ വിശദമായിട്ട് വിശദീകരിക്കണമെന്ന് കാട്ടിക്കൊണ്ട് കായിക വകുപ്പ് ആവശ്യപ്പെടും. അതായത് ഈ കരാറിൽ ഏർപ്പെട്ടതിന് പിന്നാലെ സ്പോൺസറും അർജന്റീന ടീമും കായിക വകുപ്പും കരാറിൽ ഏർപ്പെട്ടതിന് പിന്നാലെ 45 ദിവസത്തിനകം 60 കോടി രൂപ കൊടുക്കാമെന്ന് പറയുന്നു. അതിന് പിന്നാലെ മറ്റു ബാക്കിയുള്ളത് കൂടി നൽകാമെന്ന് പറയുന്നു. പക്ഷേ 45 ദിവസം ആയിട്ടും 60 കോടി കൊടുത്തുമില്ല. വീണ്ടും സമയം നീട്ടി ചോദിച്ചു. ആ സമയം നീട്ടി ചോദിച്ചിട്ടും കൊടുക്കാമെന്ന് പറഞ്ഞ തുക പോലും കൊടുത്തില്ല. അതിന് പിന്നാലെയാണ് ഇത്രയും നാൾ, ഏതാണ്ട് മാസങ്ങൾ കഴിഞ്ഞിട്ടാണ് അർജന്റീന അവരുടെ മിഡ് സീസണുമായി ബന്ധപ്പെട്ടുള്ള പുതിയ ഷെഡ്യൂൾ പ്രഖ്യാപിച്ചത്. ആ ഷെഡ്യൂളിനകത്ത് കേരളത്തിലേക്കുള്ള വരവില്ല. അതോടുകൂടിയാണ് മന്ത്രി പറഞ്ഞ വാക്ക് പാഴ്വാക്കാകുന്നു എന്നുള്ള കാര്യം കേരളത്തിലെ കായിക പ്രേമികൾ അറിഞ്ഞത്. ആ സംഭവത്തിലാണ് ഇപ്പോൾ ഈ സ്പോൺസറെ പഴിചാരി രക്ഷപ്പെടാനുള്ള ശ്രമം കായിക വകുപ്പ് നടത്തുന്നത്. എന്തായാലും സ്പോൺസറെ മാത്രം കുറ്റം പറഞ്ഞുകൊണ്ട് മന്ത്രിക്ക് തലയൂരാൻ പറ്റുകയില്ല. എന്തായാലും ഇതിനകത്ത് സ്പോൺസർ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയോട് വിശദീകരണം തേടും. ആ വിശദീകരണം തൃപ്തികരമല്ല എങ്കിൽ നിയമ നടപടിയിലേക്ക് കടക്കും. അത് AFAയും അതുപോലെ തന്നെ സർക്കാരും ഈ പറയുന്ന സ്പോൺസർ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിക്കെതിരെ നിയമ നടപടിക്ക് ഒരുങ്ങാനുള്ള ഒരു സാധ്യതയുമുണ്ട്. എന്തായാലും ഇത് കേരളത്തിലെ കായിക പ്രേമികളെ അങ്ങേയറ്റം കബളിപ്പിച്ചു എന്നുള്ള പ്രതികരണമാണ് പല കോണുകളിൽ നിന്നും ഉയർന്നു വരുന്നത്. അമൃത, ശരി.